ഈ വന്യമൃഗ ആക്രമണം നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല, ഇന്ന് പട്ടണങ്ങളിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. ഇന്ന് തന്നെ കോട്ടയം ജില്ലയിലെ പാലായിൽ തന്നെ ഒരു ന്യൂസ് വന്ന് എല്ലാ പത്രങ്ങളിലും കണ്ടു. കാട്ടുപന്നി ഇറങ്ങിയിരിക്കുന്നു, മുനിസിപ്പാലിറ്റിയിൽ ഇറങ്ങിയിരിക്കുന്നു. അതവിടെ മാത്രം എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ വന്യമൃഗങ്ങൾ വന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്നെത്തുന്നു. ഇത് വലിയൊരു സങ്കീർണമായ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 7 വർഷമായി ഇതിൻ്റെ പോരാട്ടം നടത്തുകയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും, സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തും അതുപോലെ കേന്ദ്ര സർക്കാരിനടുത്തും, ഇതിനൊക്കെ മന്ത്രിമാരുടെ അടുത്തുമൊക്കെ ഒറ്റ കാര്യം ചെയ്യേണ്ടത് ഈ നിയമ ഭേദഗതി തന്നെയാണ്. ആ നിയമ ഭേദഗതി എന്ന് പറയുന്നത് 1972 വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അമെൻമെൻറ്റ് നടത്തിയെങ്കിലേ പറ്റൂ. അപ്പോൾ ഈ അടുത്ത നാളിൽ കേന്ദ്രമന്ത്രി വന്നു. അവിടെ വയനാട്ടിൽ വന്നിട്ട് പറയുകയുണ്ടായി. അവിടെ പറഞ്ഞത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരി, അത് കൊടുത്തിട്ടുണ്ട്, നിയമപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് 2 കാര്യങ്ങളാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ആ ഉദ്യോഗസ്ഥൻ തലസ്ഥാനത്തായിരിക്കും. അതുമാത്രമല്ല, ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു ഓർഡർ ഇടണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ഒന്നെങ്കിൽ അദ്ദേഹം ആ സ്പോട്ടിൽ പോയി അത് പരിശോധിച്ച്, അല്ലെങ്കിൽ ഓഫീസർ റിപ്പോർട്ട് കിട്ടി, അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ഓർഡർ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഓർഡർ ഇടുമ്പോൾ തന്നെ മണിക്കൂറുകൾ മാത്രമല്ല ദിവസങ്ങൾ കഴിയും. അപ്പോൾ അപകടം നടക്കാനുള്ളത് നടന്നു കഴിയും എന്നുള്ളതാണ് പ്രധാനം. അതും മാത്രമല്ല, അതിനകത്ത് ഷെഡ്യൂൾ 1 ഈ അക്രമകാരികൾ ആനയും പുലിയും കടുവയും ഒക്കെ സംരക്ഷണ ബില്ലിൽ ഉള്ള ഷെഡ്യൂളിൽ 1 ആ ഷെഡ്യൂളിലുള്ള 1 വന്യമൃഗത്തിനെ വെടിവെക്കണമെന്നുണ്ടെങ്കിൽ അത് CWWക്ക് മാത്രമേ കഴിയൂ. പക്ഷേ ഇവിടെ ഇമ്മീഡിയറ്റായിട്ട് കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ജനങ്ങളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഈ പറയുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഏത് MLAക്കാളും ഏത് MPയെക്കാളും ജനപ്രതിനിധിയെക്കാളും അധികാരമുള്ള ഒരാളാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിലല്ല, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ഒരു എമർജൻസി വരുമ്പോൾ, ഒരു എപ്പിസോഡ് വരുമ്പോൾ, ഒരു പ്രളയം വരുമ്പോൾ അവർ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ. അപ്പോൾ അവർക്ക് ഇങ്ങനെ അക്രമകാരികളായ ഒരാന ഇറങ്ങിയാൽ ഓർഡർ ഇടാൻ കഴിയണം, ഇമ്മീഡിയറ്റായിട്ട് വെടിവെക്കണം എന്നുള്ളതാണ്. അത്ര അക്രമകാരികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മയക്ക് വെടിവെച്ചാൽ പോരായിരിക്കും, വെടിവെച്ച് വീഴ്ത്തുക എന്ന് തന്നെയാണ് വേണ്ടത്. ഇതിനെ പിടിച്ച് വീണ്ടും കാട്ടിക്കൊണ്ടിട്ടാൽ വീണ്ടും തിരിച്ചു വരികയാണ്. അന്യ നാട്ടിലേക്ക്, ഇതില്ലാത്ത സ്ഥലത്തേക്ക് ഫോറസ്റ്റുകൾ പലതുമുണ്ട്, അങ്ങോട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഇത് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ചെയ്യണം. അതല്ലെങ്കിൽ ഇത് വളരെ സങ്കീർണമാവും. ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിനും അതിനകത്ത് പരിമിതികളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഫോറസ്റ്റ് ഓഫീസുകളുണ്ട്. ആ ഫോറസ്റ്റ് ഓഫീസിന് വളരെ പരിമിതമാണ്, അതിലുള്ള ഉദ്യോഗസ്ഥർ പരിമിതമാണ്. അതുകൊണ്ട് എന്താണ്, ഒരു വന്യമൃഗം ഇറങ്ങി അവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വരികയും ഇത് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ജനങ്ങളെ സംരക്ഷിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ പോലീസിനെയും കൂടി ഇതിന് അധികാരം കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ ഒരു വന്യമൃഗം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോലീസിന് അധികാരം കൊടുക്കുക, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക, ആവശ്യമെങ്കിൽ കളക്ടർ ഓടിട്ട വെടിവെക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ വരുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുമ്പോൾ വന്യമൃഗത്തിനെ, അത് ജനങ്ങളെ സംരക്ഷിക്കുകയല്ല അവർ ചെയ്യുന്നത്, വന്യമൃഗത്തിനെ സംരക്ഷിക്കുക. കാരണം നിയമം അങ്ങനെ അവരോട് പറഞ്ഞിരിക്കുന്നു, അതേ പടിക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് കഴിയണം. കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് IIITയിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇവിടെ പാലായിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ പോയി വേറൊരു ആവശ്യമായാണ് പോയിരുന്നത്. അവരുമായിട്ട്, അവിടെയുള്ള റിസർച്ച് മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഓരോ ആനിമൽസിനും ഓരോ സ്വരത്തിൽ അവരെ വിരട്ടി ഓടിക്കാൻ കഴിയും. ഇപ്പോൾ ആനയെ സംബന്ധിച്ചിടത്തോളം തേനീച്ചയുടെ സൗണ്ട്, ബീഹൈവിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ ആന തിരിച്ചു പോകും. അപ്പോൾ ആ സൗണ്ട് ഏതൊക്കെ മേഖലയിലാണോ അതിനുള്ളൊരു ആപ്ലിക്കേഷൻ അവർ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് ചെയ്തിട്ടുമുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും ഈ മേഖലയിൽ. അത് എത്രയും പെട്ടെന്ന് അതിന് ചില ചിലവുകൾ വരും, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇൻഫർമേഷൻ ടെക്നോളജി വലിയ 300 കോടി രൂപയുടെ സ്ഥാപനമാണ്, 1500 സ്റ്റുഡൻസ് ഉണ്ട്, റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, വന്യമൃഗങ്ങൾ അകത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ 1 കിലോമീറ്റർ ബഫർ സോൺ അകത്തേക്ക് കൊടുക്കുക ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു ടെക്നോളജി അവർ റിസർച്ച് നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, ടെക്നോളജി കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾക്കിത് ഫെൻസ് ചെയ്ത് കൊണ്ടുപോയി എടുത്ത് നമുക്ക് ഇതിന് പരിഹാരം കാണുവാൻ കഴിയില്ല. ഓരോ എപ്പിസോഡും നമുക്കറിയാം. ഇപ്പോൾ വയനാട്ടിൽ നടന്നു, ഇന്ന് ഇപ്പോൾ നേരിമംഗലത്ത് നടന്നു, നാളെ മറ്റിടത്ത് നടക്കും. ഇതെല്ലാം ജനരോക്ഷമുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് തടയണമെന്നുണ്ടെങ്കിൽ ടെക്നോളജി വേണം, നിയമ ഭേദഗതി നടത്തിയേ പറ്റൂ. മനുഷ്യർക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം, വില കൊടുക്കണം. വന്യമൃഗം പുറത്തേക്ക് വന്നാൽ ഒന്നും നോക്കണ്ട, അതിൻ്റെ സ്വഭാവം എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വെടിവെക്കുക എന്നുള്ളത് മാത്രമേ. വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് പ്രായോഗികമാണ് അല്ല, ആകാം. അതുകൊണ്ട് നിയമ ഭേദഗതി നടത്തിയ വരും. 1, ഇതിൻ്റെ സെൻസസ് തന്നെ കൂടുതലാണ്. 2, ഇത് പുറത്തേക്ക് വരുന്നു. സംരക്ഷണം പുറത്തേക്ക് വരുമ്പോഴും വന്യമൃഗത്തിനാണ് കൊടുത്തിരിക്കുന്ന നിയമം. അത് മാറ്റണ്ടേ? അത് മാറ്റിയേ പറ്റൂ.